ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മഹത്യയെക്കുറിച്ച്. ഓരോരുത്തർക്കും ഓരോ ഡിപ്രഷനും ഓരോ സാഹചര്യങ്ങളും വരുന്നത് കൊണ്ട് ആത്മഹത്യ അവരൊരു രസകരമായിട്ട് എടുത്തിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, കല്യാണം കഴിക്കാത്തവരുണ്ട്, കല്യാണം കഴിച്ചവരുണ്ട്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാകത്തില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു ഞാനൊരു കഥ പറയാം. അപ്പോൾ ഒരു നല്ലൊരു സാമ്പത്തികമുള്ള ഒരു പൈസക്കാരായ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്കൊരു മകനുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് അച്ഛനും അമ്മയും ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ കുട്ടി ഭയങ്കര നിരാശനായിരുന്നു. അമ്മയില്ല, അച്ഛനും ഇല്ലാത്ത ഈ ലോകത്ത് എന്തിനാ ഞാൻ ഇനി ജീവിക്കുന്നത് എന്നത് വിചാരിച്ച്. അങ്ങനെ ആ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ബുദ്ധിയിൽ തോന്നിയ ഒരു വികാരം, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, അതിനേലും നല്ലത് മരിക്കുന്നതാണ്. എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ചിന്താഗതിയോടെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നവൻ. അങ്ങനെ നടന്നു പോകവേ ഭയങ്കരമായിട്ട് മനസ്സ് വേദനിച്ചാണ് ആ കുട്ടി നടന്നു നീങ്ങിയത്. അങ്ങനെ ഒരു ട്രെയിൻ വരാനായിട്ട് സമയമൊക്കെ അടുത്തിരിക്കുന്നു. അവൻ ആ റെയിൽ പാളത്തിലോട്ട് തല വെച്ച് കിടന്നു. അപ്പോൾ ഒരു രാത്രിയായിരുന്നു. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു സന്ധ്യാസമയം. അപ്പം നല്ല കൂരിരുൾ വരാൻ തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ അവൻ വിശ്വസിക്കുന്ന ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ റെയിൽ പാളത്തിൽ തല വെച്ച് ഇങ്ങനെ ആകാംക്ഷയോടെ നെഞ്ചിടിപ്പോടെ ഇങ്ങനെ കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു നല്ല മിനുക്കം പോലെ കാണാം. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് അത് മിനുങ്ങുന്നതെന്ന് നോക്കിക്കളയാ എന്ന് വിചാരിച്ച് അവൻ്റെ കുഞ്ഞു മനസ്സ് എഴുന്നേറ്റ് തൊട്ടടുത്ത് ചെന്ന് ആ മിനുങ്ങുന്ന സാധനത്തിനെ ഒന്ന് നോക്കിയപ്പം വേറൊന്നുമല്ല, സ്വർണ്ണമല്ല, തങ്കമല്ല, ഒന്നുമല്ല. ആ സ്ഥാനത്ത് ഒരു നല്ല ഭംഗിയുള്ള നല്ല തിളങ്ങുന്നൊരു പുഴുവാണ് അത് നടന്നു നീങ്ങുന്നത്. പെട്ടെന്ന് തന്നെ കുറേ നേരം അവൻ അത് നോക്കിക്കൊണ്ട് നിന്ന അവസരത്തിൽ അവൻ്റെ മനസ്സിൽ തോന്നി, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ലോകത്ത് ഒരു പുഴുവിന് പോലും എത്ര നല്ല മനോഹരമായിട്ടാണ് അത് തിളങ്ങാൻ സാധിക്കുന്നത്. ഈ സന്ധ്യാനേരത്ത് ഒരു പുഴുവിന് പോലും അതിൻ്റെതായ ഒരു ഭംഗിയോടെ അത് തിളങ്ങി അത് ജീവിക്കുന്നു ഈ ഇരുട്ടത്ത്. അപ്പം എന്തുകൊണ്ട് നമ്മൾ വലിയവരായ മനുഷ്യർക്ക് അത് സാധിക്കുന്നില്ല എന്ന് കരുതി ഉടനെ തന്നെ അവൻ്റെ മൈൻഡ് നല്ല ക്ലിയറായി, മൈൻഡ് മാറി എന്ന് തന്നെ വേണം പറയാൻ. ഇല്ല, എനിക്ക് ജീവിക്കണം. ആ പുഴുവിന് സാധിക്കുന്നത് അത്രയും പോലും എനിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട്, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല എന്ന് കരുതി അവൻ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ ഭാവിയിൽ അവൻ നല്ലൊരു കവിയായിട്ട് മാറി. അതായത് നല്ല കവിതകളൊക്കെ എഴുതി വലിയ പ്രസിദ്ധനായ ഒരാളായിട്ട് മാറി. അപ്പം നമുക്ക് ഈ ലോകത്ത് എന്തുകൊണ്ട് ഒന്നും സാധിക്കുന്നില്ലെന്നുള്ള ഒരു ചിന്താഗതി പാടില്ല. അപ്പോൾ ആത്മഹത്യ ഇന്ന് യൂട്യൂബ് തുറന്നാലും എന്ത് TV കണ്ടാലും എല്ലാം നമ്മുടെ ഓടി വരുന്നത് എന്താണ്? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. എന്താണ് എന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതണം. കാരണം എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ചെറിയൊരു കഥയെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു
മോട്ടിവേഷൻ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരുപാട് സംസാരിക്കാനും വിശദീകരിക്കാനൊന്നും അറിയത്തില്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. അസ്സലാമു അലൈക്കും.